നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ഹരിനാമ കീർത്തനം. ഓഡിയോ ബുക്ക് തുടരുന്നു. 6-ാം പദ്യം. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമ നാരായണായ നമഃ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ ഈശ്വരശക്തിയായ മൂലപ്രകൃതിയിൽ തുടങ്ങി ആരംഭിച്ച് ജനനാന്ത്യത്തോളം ജനന മരണ പരിണാമം അവസാനിക്കുന്നതുവരെ പരമഹാമായ തൻ്റെ ഗതി ബ്രഹ്മശക്തിയായ മായയുടെ തന്നെ പ്രവർത്തന മണ്ഡലമാണ്. ജന്മങ്ങളും പല കഴിഞ്ഞാലും നിരവധി ജനന പരിണാമ ഘട്ടങ്ങൾ കടന്നാലും കർമ്മത്തിനും കർമ്മപ്രവാഹത്തിനും അവധിയില്ല, അവസാനമില്ല. പരമ നാരായണായ നമഃ. എല്ലാറ്റിനും പരമകാരണമായി വർത്തിക്കുന്ന നാരായണ, അങ്ങേക്ക് നമസ്കാരം. ഈശ്വരശക്തിയായ മൂലപ്രകൃതിയിൽ ആരംഭിച്ച് ജനന മരണ പരിണാമം അവസാനിക്കുന്നതുവരെ ബ്രഹ്മശക്തിയായ മായയുടെ തന്നെ പ്രവർത്തന മണ്ഡലമാണ്. ഇവിടെ നിരവധി ജനന മരണ പരിണാമ ഘട്ടങ്ങൾ കടന്നാലും കർമ്മപ്രവാഹം അവസാനിക്കുന്നതല്ല. പരമകാരണ സ്വരൂപമായ അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി. ഈ ശ്ലോകത്തിൽ ശ്രീമൂലമായ പ്രകൃതി എന്നതും പരമഹാമായ എന്നതും പര്യായ പദങ്ങളാണെന്ന് ഓർക്കണം. അഖണ്ഡവും ആനന്ദബോധ സ്വരൂപവുമായ പരബ്രഹ്മമാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണം. പ്രപഞ്ചദൃശ്യങ്ങൾ ആവിർഭവിക്കുന്നതിനു മുമ്പ് പരബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മത്തിൻ്റെ ഒരംശത്തിൽ അതിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ശക്തി സ്പന്ദിച്ച് ആവിർഭവിക്കുന്നതോടെയാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. ശക്തി ബ്രഹ്മത്തിൻ്റെ ഏകദേശ അംശത്തിൽ മാത്രമേ സ്പന്ദിച്ച് ആവിർഭവിക്കുന്നുള്ളൂ എന്ന കാര്യം പുരുഷ സൂക്തം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ഭുവി. പുരുഷൻ്റെ 1/4 ഭാഗത്തു മാത്രമേ പ്രപഞ്ചമുള്ളൂ. 3/4 ഭാഗവും ആനന്ദസ്വരൂപമായി ദിവ്യമായി വർത്തിക്കുന്നു എന്നാണ് പുരുഷ സൂക്തം പ്രഖ്യാപിക്കുന്നത്. ഏകാംശേന സ്ഥിതോ ജഗത്, എൻ്റെ ഒരംശം ജഗത്തായി കാണപ്പെടുന്നു എന്നിങ്ങനെ ഭഗവാൻ ഗീത 10-ാം അധ്യായത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രകാരം പ്രപഞ്ച നിർമ്മിതിക്കായി ബ്രഹ്മസ്വരൂപത്തിൽ തെളിയുന്ന ശക്തിയാണ് മൂലപ്രകൃതി അഥവാ മഹാമായ. ആചാര്യൻ മൂലപ്രകൃതിക്ക് ശ്രീ എന്ന വിശേഷണം ചേർത്തിരിക്കുന്നത് പദ്യം ആ അക്ഷരത്തിൽ തുടങ്ങാൻ വേണ്ടി മാത്രമല്ല. ഒന്നാമതായി മൂലപ്രകൃതി ബ്രഹ്മശക്തിയാണെന്നും അത് ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ലെന്നും കാണിക്കാനാണ് ആ വിശേഷണം. ഹരിനാമകീർത്തനത്തിൽ അന്തിമ സിദ്ധാന്തമായി സാഖ്യമതം ആചാര്യൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ലെന്ന് സൂചന. ഹരിനാമകീർത്തനത്തിൽ അന്തിമ സിദ്ധാന്തമായി സാഖ്യമതം ആചാര്യൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ലെന്ന് സൂചന. ഈ മഹാമായ സത്വഗുണപ്രധാനയും പ്രകാശമയിയുമാണ്. ശ്രീ എന്ന വിശേഷണം ഇക്കാര്യങ്ങളും സൂചിപ്പിക്കുന്നു. സർവവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹം എന്ന കൃതിയിൽ ശ്രീ ശങ്കര ഭഗവത് പാദർ മായയെ നിർവചിച്ചിരിക്കുന്നത് നോക്കുക.
ഇയം സമഷ്ടിരുത്കൃഷ്ട സത്വാംശോത്കർഷതഃ പുരാ മായേതി കഥ്യത്തെ തജ്ഞൈഃ ശുദ്ധസത്വൈകലക്ഷണ. 309 പദ്യം സർവ വേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹം. സൃഷ്ടിക്കായി തെളിയുന്ന ഈ പൂർണ്ണശക്തി സത്വഗുണം കൂടിയിരിക്കുന്നത് കൊണ്ട് ഉത്കൃഷ്ടയാണ്. ശുദ്ധ സത്വൈക ലക്ഷണയായ ഇതിനെ അറിയുന്നവർ മായ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ആവിർഭവിക്കുന്ന മായ ആദ്യമായി ചെയ്യുന്നത് യഥാർത്ഥ വസ്തുവിനെ മറച്ച് ഒരു മറ സൃഷ്ടിക്കുകയാണ്. തുടർന്ന് ഈ സമ്പൂർണ്ണ മായയിലും ബോധസ്വരൂപമായ വസ്തു പ്രതിബിംബിക്കും. ദീപത്തിൻ്റെ മുമ്പിൽ ഒരു മറ വച്ചാൽ ദീപപ്രഭ അതിൽ പ്രതിബിംബിക്കുന്നത് പോലെ വ്യക്തമായും ഇവിടെ മായയുടെ ആവിർഭാവത്തോടെ വസ്തു 3 ഘടകങ്ങളായി വേർപെടുന്നതുപോലെ ആയിത്തീരുന്നു. ശുദ്ധമായ വസ്തു, ശക്തി അതിലുളവാക്കിയ മറ, ആ മറയിൽ പതിച്ച വസ്തു പ്രതിബിംബം. സത്യം ആലോചിച്ചാൽ ഇവ 3ഉം വസ്തുസ്വരൂപം തന്നെയാണ്. എങ്കിലും 3ആയി പിരിഞ്ഞ പോലെ തോന്നൽ. അതാണല്ലോ മായ. ഇവിടെ സമ്പൂർണ്ണ മായയിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ബോധത്തെയാണ് വേദാന്തശാസ്ത്രം നിഷ്കൃഷ്ടമായി ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ഈ ഈശ്വരസ്ഥിതിക്ക് അവ്യാകൃതം, അവ്യക്തം എന്ന് തുടങ്ങി മറ്റു ചില പേരുകളും പറയാറുണ്ട്. ഈ അവ്യാകൃതം സൃഷ്ടിയുടെ ആദ്യഘട്ടമാണ്. ഇവിടെ നാമരൂപങ്ങൾ വേർപെട്ടിട്ടില്ലാത്തതുകൊണ്ട് അവ്യാകൃതം, അവ്യക്തം എന്ന പേരുകളൊക്കെ അന്വർത്ഥമാണ്. ഈ ഈശ്വരങ്കിൽ നിന്നാണ് നാമരൂപങ്ങൾ വേർതിരിഞ്ഞ് സൃഷ്ടി ആരംഭിക്കുന്നത്. ഒടുവിൽ നാമരൂപങ്ങളെല്ലാം ലയിച്ച് പ്രളയം സംഭവിക്കുന്നതും ഈ അവ്യക്തത്തിലാണ്. ഇതിൻ്റെ വ്യഷ്ടിഭാവമാണ് ഗാഠനിദ്രയിൽ ജീവന്മാർക്ക് അനുഭവ വിഷയമാകുന്നതെന്ന് 1-ാം പദ്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഉറക്കത്തിലെന്ന പോലെ ഇവിടെ ലയിക്കുന്ന ജീവന്മാർ സൃഷ്ടിയുടെ തുടക്കത്തിൽ ലയിച്ച മാതിരി വീണ്ടും ആവിർഭവിക്കുന്നു. അതുകൊണ്ട് അവ്യക്തത്തിലെ ലയം ജയവിമുക്തിയാണെന്ന് കരുതാൻ പാടില്ല. അവ്യക്തത്തിലെ ഈ മായാമറയും ഭേദിച്ച് അചഞ്ചലവും അദ്വയവുമായ വസ്തുരൂപം സാക്ഷാത്കരിക്കുന്നതാണ് മോക്ഷം. അവ്യക്തത്തെ ശങ്കരഭഗവത് പാദർ നിർവചിച്ചിരിക്കുന്നത് നോക്കുക. മായോപഹിത ചൈതന്യം സാഭാസം സത്വബൃംഹിതം സർവജ്ഞത്വാദിഗുണകം സൃഷ്ടിസ്ഥിത്യന്തകാരണം അവ്യാകൃതം തദവ്യക്തം ഈശ ഇത്യപി ഗീയത്തെ. പ്രകാശപ്രതിബിംബത്തോടെ മായാമറയെ ആശ്രയിക്കുന്നതും സത്വഗുണം പെരുകിയതും സർവജ്ഞത്വം തുടങ്ങിയ വിശേഷതകളുള്ളതും സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്ക് കാരണവുമായ ചൈതന്യത്തെയാണ് അവ്യാകൃതം എന്ന് വിളിക്കുന്നത്. അവ്യക്തമെന്നും ഈശ്വരനെന്നും ഈ ചൈതന്യത്തിന് പേരുകളുണ്ട്. അപ്പോൾ മൂലപ്രകൃതി വസ്തുസ്വരൂപത്തിൽ ഒരു മറ സൃഷ്ടിക്കുന്നതോടെയാണ് അദ്വയ ബ്രഹ്മത്തിൽ ഈശ്വരൻ വേർതിരിഞ്ഞ് സൃഷ്ടിയുടെ ആരംഭം കുറിക്കുന്നത്. ശാസ്ത്രീയമായ ഈ സൃഷ്ടി സിദ്ധാന്തമാണ് ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി എന്ന് ആചാര്യൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി. അവ്യക്തത്തിൽ തുടങ്ങി മുന്നേറുന്ന സൃഷ്ടിയുടെ ക്രമം എന്താണ്? ബോധപ്രതിബിംബത്തോടു കൂടിയ മായ തുടർന്ന് സ്പന്ദിച്ച് മഹത്തത്വത്തെ ഉളവാക്കുന്നു. കഠോപനിഷത്ത് ഈ മഹത്തത്വത്തെ മഹാനാത്മാ എന്നാണ് വിളിക്കുന്നത്. മുഖ്യപ്രാണനെന്നും സത്വബുദ്ധിയെന്നും ഹിരണ്യഗർഭനെന്നും ഒക്കെ ഇതിന് പേരുകളുണ്ട്. ശക്തിയുടെ പ്രകാശമയമായ സ്പന്ദന പ്രവാഹമാണ് ഇതിൻ്റെ സ്വരൂപം. അതുകൊണ്ട് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള എനർജിയുടെ ശുദ്ധരൂപം തന്നെയാണിത്. വായു എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ അല്പം കട്ടി കൂടിയ രൂപം തന്നെയാണ്. പിന്നീട് ആവിർഭവിക്കുന്ന എല്ലാ നാമരൂപങ്ങളും ഈ മഹത്തത്വത്തിൻ്റെ രൂപാന്തരങ്ങളാണെന്നത്രേ ശാസ്ത്രനിർണയം. പ്രപഞ്ചത്തിന് മുഴുവൻ പ്രാണനായി വർത്തിക്കുന്നത് കൊണ്ടാണ് ഇതിനെ
മുഖ്യപ്രാണൻ എന്ന് വിളിച്ചിരിക്കുന്നത്. എല്ലാം തൻ്റേത് എന്നനുഭവിക്കാൻ കഴിവുള്ള പ്രകാശമയമായ അഹംബോധം ഈ ഘട്ടത്തിലെ അനുഭവമായതുകൊണ്ടാണ് അതിന് സത്വബുദ്ധി എന്ന പേര് അന്വർത്ഥമായി ഭവിക്കുന്നത്. ഒരിക്കൽ കൂടി വായിക്കാം. എല്ലാം തൻ്റേത് എന്നനുഭവിക്കാൻ കഴിവുള്ള പ്രകാശമയമായ അഹംബോധം ഈ ഘട്ടത്തിലെ അനുഭവമായതുകൊണ്ടാണ് ഇതിന് സത്വബുദ്ധി എന്ന പേര് അന്വർത്ഥമായി ഭവിക്കുന്നത്. അവ്യക്തദശയിലെ മായാമറയിൽ പ്രതിബിംബിച്ച ബോധം ഈ സ്പന്ദന പ്രവാഹ ഘട്ടത്തിലേക്കും കടന്നു വരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. മുഖ്യപ്രാണനിൽ പ്രതിബിംബിക്കുന്ന ബോധത്തിൻ്റെ അനുഭവമാണ് അഖിലം ഞാൻ എന്നത്. സ്വർണത്തിനുള്ളിൽ ആഭരണനാമരൂപങ്ങൾ എന്ന പോലെ സത്വബുദ്ധിക്കുള്ളിൽ പ്രപഞ്ചനാമരൂപങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഹിരണ്യഗർഭൻ എന്ന പേരും അന്വർത്ഥമാണ്. സ്വർണത്തിനുള്ളിൽ ആഭരണനാമരൂപങ്ങളെന്ന പോലെ സത്വബുദ്ധിക്കുള്ളിൽ പ്രപഞ്ചനാമരൂപങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഹിരണ്യഗർഭൻ എന്ന പേരും അന്വർത്ഥമാണ്. ജഡങ്ങളായി കാണപ്പെടുന്ന സർവവും എനർജിയുടെ രൂപാന്തരങ്ങൾ മാത്രമാണെന്ന് ആധുനിക ശാസ്ത്രം തന്നെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ മുഖ്യപ്രാണൻ ആവിർഭവിച്ചതോടെ പ്രപഞ്ചത്തിൻ്റെ വ്യക്തമായ ആദിമരൂപം പ്രത്യക്ഷപ്പെട്ടു. ഈ ആദിമരൂപം ബോധമയമാണെന്ന് മനസ്സിലായാൽ ജീവൻ്റെ ഉത്പത്തിയെക്കുറിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. ഈ ആദിമരൂപം ബോധമയമാണെന്ന് മനസ്സിലായാൽ ജീവൻ്റെ ഉത്പത്തിയെക്കുറിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. മുഖ്യപ്രാണസ്പന്ദനങ്ങൾക്ക് ശക്തി കൂടുന്നതോടെയാണ് സങ്കല്പാത്മകമായ അന്ധഃക്കരണം രൂപം കൊള്ളുന്നത്. പ്രാണപരിസ്പന്ദമാണ് ചിത്തം. എനർജി കട്ടിപിടിച്ച ജഡരൂപം കൈക്കൊള്ളുന്നതിന് തൊട്ടു മുമ്പുള്ള പരിണാമഘട്ടമാണ് മനസ്സെന്ന കാര്യം ആധുനിക ചിന്തകന്മാർ അതിവേഗം ധരിക്കേണ്ടിയിരിക്കുന്നു. എനർജി കട്ടിപിടിച്ച ജഡരൂപം കൈക്കൊള്ളുന്നതിന് തൊട്ടു മുമ്പുള്ള പരിണാമഘട്ടമാണ് മനസ്സ് എന്ന കാര്യം ആധുനിക ചിന്തകന്മാർ അതിവേഗം ധരിക്കേണ്ടിയിരിക്കുന്നു. പ്രവർത്തന ഭേദമനുസരിച്ച് അല്പസ്വല്പ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അന്തഃക്കരണം, ബുദ്ധി, ചിത്തം, മനസ്സ് എന്നിവയെല്ലാം ഒരേ ഉപകരണത്തിൻ്റെ പേരുകളാണെന്നോർക്കണം. വെള്ളത്തിൽ കുമിളകളെന്ന പോലെ മഹത്തത്വത്തിൽ അന്തഃക്കരണങ്ങൾ രൂപം കൊള്ളുന്നു. അന്തഃക്കരണങ്ങൾക്കൊന്നിനും പ്രാണനെ വിട്ടുനിൽക്കാൻ കഴിയുകയില്ലെന്നുള്ളത് പ്രത്യക്ഷ അനുഭവങ്ങളാണെന്ന് സ്പഷ്ടം. ജലത്തിലാകമാനം പതിയുന്ന സൂര്യപ്രതിബിംബം ഓരോ കുമിളയിലും പ്രത്യേകം പ്രത്യേകം വേർതിരിയുന്നതായി തോന്നാറുണ്ടല്ലോ. അതുപോലെ സത്വബുദ്ധിയിൽ ആകമാനം വ്യാപിച്ചു നിന്ന അഹംബോധം ഓരോ അന്തഃക്കരണത്തിലും പ്രത്യേകം പ്രത്യേകം വേർതിരിഞ്ഞതുപോലെ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ വേർതിരിഞ്ഞ പോലെ പ്രകടമാകുന്ന ബോധാംശങ്ങളാണ് വ്യക്തികളിൽ അനുഭവപ്പെടുന്ന അഹങ്കാരം. ഇതുതന്നെയാണ് ജീവൻ. അന്തഃക്കരണങ്ങളുടെ സ്വഭാവഭേദമനുസരിച്ച് ഈ അഹങ്കാരങ്ങൾ സാത്വികം, രാജസം, താമസം എന്ന മൂന്നായി വേർതിരിയുന്നുവെന്ന് ഒന്നാം പദ്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നാം കണ്ടുവല്ലോ. അന്തഃക്കരണവും അഹങ്കാരവും ചേർന്ന് സങ്കല്പത്തിന് കട്ടികൂടി രൂപപ്പെടുത്തുന്നവയാണ് എല്ലാ ജഡശരീരങ്ങളും. പ്രാണനും അന്തഃക്കരണവും അഹങ്കാരവും പ്രകടമായി കുടികൊള്ളുന്ന ജഡശരീരങ്ങളാണ് ജീവജാലങ്ങൾ എന്നറിയപ്പെടുന്നവ. പ്രാണനും അന്തഃക്കരണവും അഹങ്കാരവും തീരെ മറഞ്ഞു പോകത്തക്കവണ്ണം കട്ടിപിടിച്ചു പോയവയാണ് ശുദ്ധജഡങ്ങൾ. ഒരിക്കൽ കൂടി വായിക്കാം. പ്രാണനും അന്തഃക്കരണവും അഹങ്കാരവും പ്രകടമായി കുടികൊള്ളുന്ന ജഡശരീരങ്ങളാണ് ജീവജാലങ്ങൾ എന്നറിയപ്പെടുന്നവ. പ്രാണനും അന്തഃക്കരണവും അഹങ്കാരവും തീരെ മറഞ്ഞു പോകത്തക്കവണ്ണം കട്ടിപിടിച്ചു പോയവയാണ് ശുദ്ധജഡങ്ങൾ. എനർജിയുടെ കട്ടിപിടിച്ച രൂപങ്ങളാണ് ജഡങ്ങളെന്ന കാര്യം ആധുനിക ശാസ്ത്രത്തിനും സമ്മതമാണല്ലോ. മനുഷ്യൻ തുടങ്ങി മൃഗാദി വൃക്ഷലതാദി ജീവജാലങ്ങളിൽ പ്രാണ അന്തഃക്കരണ അഹങ്കാരങ്ങൾക്ക് ക്രമേണ കട്ടികൂടി വരുന്നത് ചിന്താശീലന്മാർക്ക് കണ്ടറിയാവുന്നതുമാണല്ലോ. മനുഷ്യൻ തുടങ്ങി പക്ഷി, മൃഗാദി, വൃക്ഷ, ലതാദി ജീവജാലങ്ങളിൽ പ്രാണ അന്തഃക്കരണ അഹങ്കാരങ്ങൾക്ക് ക്രമേണ കട്ടികൂടി വരുന്നത് ചിന്താശീലന്മാർക്ക് കണ്ടറിയാവുന്നതാണല്ലോ. ഇങ്ങനെ ബോധപ്രതിബിംബത്തോടു കൂടിയ മായാമറ, മുഖ്യപ്രാണൻ, അന്തഃക്കരണം,
ജഡദേഹങ്ങൾ എന്ന ക്രമത്തിൽ പരിണമിക്കുന്നതോടെയാണ് ജനന മരണാത്മകമായ സംസാരം രൂപം കൊള്ളുന്നത്. എന്നാൽ പ്രകൃതിയുടെ ഈ പരിണാമഘട്ടങ്ങളിൽ പ്രതിബിംബരൂപേണ കടന്നുവരുന്ന ബോധം ജഡോപാധികൾക്കനുസരണമായി ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും ബോധമല്ലാത്തതായി തീരുന്നില്ല. പ്രകൃതിയുടെ ഈ പരിണാമഘട്ടങ്ങളിൽ പ്രതിബിംബരൂപേണ കടന്നുവരുന്ന ബോധം ജഡോപാധികൾക്കനുസരണമായി ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും ബോധമല്ലാതായി തീരുന്നില്ല. സർവകാരണമായി വർത്തിക്കുന്ന മൂലബോധത്തിൽ നിന്നും വേർപെടുന്നുമില്ല. യഥാർത്ഥത്തിൽ ബോധമുണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. മായാനിർമ്മിതങ്ങളായ ജഡോപാധികൾക്ക് രൂപഭേദം വരുമ്പോൾ ജനിച്ചു മരിച്ചു എന്ന ഭ്രമം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. മായാനിർമ്മിതങ്ങളായ ജഡോപാധികൾക്ക് രൂപഭേദം വരുമ്പോൾ ജനിച്ചു മരിച്ചു എന്ന ഭ്രമം സംഭവിക്കുകയാണ്. ജലപാത്രങ്ങൾക്ക് മാറ്റം വരുമ്പോൾ സൂര്യപ്രതിബിംബം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്ന് ഭ്രമം വരുന്ന പോലെ സൃഷ്ടി സ്ഥിതി ലയങ്ങളുടെ ഈ രഹസ്യം വ്യക്തമായി ധരിച്ച് ബോധസ്വരൂപനായ താൻ ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ജീവാത്മാവ് അറിയണം. തൻ്റെ യഥാർത്ഥ സ്വരൂപം അഖണ്ഡവും നിശ്ചലവുമാണെന്നും ബോധിക്കണം. ഇതാണ് മോക്ഷം. ഇതുതന്നെയാണ് ആചാര്യൻ പറയുന്ന ജനനാന്ത്യം. ബോധം അപരിണാമിയും ചേതനനുമായ സനാതന സത്യമാണ്. ബോധശക്തിയായ മായ സദാ പരിണാമിയും ജഡാത്മികയുമാണ്. മായയുടെ നിരന്തര പരിണാമികളായ രൂപഭേദങ്ങളിൽപ്പെട്ട് ബോധത്തിന് താദാത്മ്യഭാവം വരുന്നിടത്തോളം ജനന മരണ ഭ്രമരൂപത്തിലുള്ള സംസാരഗതി തുടരേണ്ടി വരും. അപ്പോൾ ഞാൻ അഖണ്ഡ സച്ചിദാനന്ദ വസ്തുവാണ് എന്ന യാഥാർത്ഥ്യം സാക്ഷാത്കരിച്ചനുഭവിക്കുന്നതുവരെ മായയുടെ ജനന മരണ പരിപാടി തുടർന്നുകൊണ്ടിരിക്കും. ഇക്കാര്യമാണ് ആചാര്യൻ ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും. ശക്തിസ്പന്ദനാത്മകമായ കർമ്മം ആരംഭിച്ചതോടെയാണല്ലോ അവ്യക്തം മുതലുള്ള ജഡരൂപഭേദങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. ശക്തിസ്പന്ദനാത്മകമായ കർമ്മം ആരംഭിച്ചതോടെയാണല്ലോ അവ്യക്തം മുതലുള്ള ജഡരൂപഭേദങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. ശക്തി ചലനരൂപത്തിലുള്ള കർമ്മം അവസാനിപ്പിച്ചാൽ രൂപപരിണാമങ്ങളൊക്കെ അവിടെ നിലയ്ക്കും. അപ്പോൾ ജനന മരണ പരിണാമ രൂപത്തിലുള്ള സംസാര ബന്ധത്തിന് നമുക്ക് കണ്ടെത്താവുന്ന ഒരേ ഒരു കാരണം കർമ്മമാണ്. കർമ്മവും ജന്മവും വിത്തും വൃക്ഷവും പോലെ ചക്രാകാരമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംസാരഗതിയുടെ രണ്ടു ഘട്ടങ്ങളാണ്. അതുകൊണ്ട് കർമ്മമെന്ന വിത്തു നശിച്ചാലേ ജന്മമെന്ന വൃക്ഷം മുളയ്ക്കാതിരിക്കൂ. നിരവധി ജന്മങ്ങൾ എടുത്തതുകൊണ്ടോ അനവധി കർമ്മം ചെയ്തതുകൊണ്ടോ ഇത് സാധ്യമാവില്ല. കർമ്മം ചെയ്യലും ജന്മമെടുക്കലും വിത്തുകളെ ഉണ്ടാക്കുന്നതിനും മുളപ്പിക്കുന്നതിനും തുല്യമാണ്. ഈ പരിപാടി കൊണ്ട് വിത്തും വൃക്ഷവും എണ്ണത്തിൽ കൂടുകയല്ലാതെ കുറയുകയില്ലല്ലോ. കർമ്മം ചെയ്യുന്നത് കൊണ്ട് കർമ്മബന്ധം വേർപെടുകയില്ല. രോഗകാരണം കൂടുന്നത് കൊണ്ട് രോഗം കുറയുകയുമില്ല. രോഗം മാറാൻ ഔഷധം സേവിച്ചേ പറ്റൂ. കർമ്മരോഗം മാറ്റാനുള്ള ഒരേ ഒരു ഔഷധം തത്വവിചാരമാണ്. ഞാൻ ആര്? ഈ പ്രപഞ്ചത്തിൻ്റെ സത്യസ്ഥിതി എന്ത്? ഈ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കണ്ടുപിടിക്കുന്നതുവരെ കർമ്മബന്ധം മാറുന്നതല്ല. ഭാഗവതത്തിൽ കാലേക്കൂട്ടി തന്നെ സൂതൻ ഇക്കാര്യം പ്രഖ്യാപിക്കുന്നുണ്ട്. ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യശ്ചേഹ കർമ്മഭിഹി. ഭാഗവതം 1:2-10. തത്വവിചാരമാണ് ജീവന്റെ ജന്മസാഫല്യം. അത് കർമ്മം കൊണ്ട് നേടാവുന്നതല്ല. വിചാരം കർമ്മമല്ലേ എന്നു ചിലർ ചോദിച്ചേക്കാം. തത്വവിചാരം കർമ്മത്തെ വിടർത്തി മാറ്റുന്ന കർമ്മമാണ്. അത് കർമ്മത്തെ മുഴുവൻ വിടർത്തി മാറ്റിയിട്ട് സ്വയം കെട്ടടങ്ങി തത്വത്തെ തെളിച്ചു കാട്ടിത്തരും. കർമ്മത്തെ വർദ്ധിപ്പിക്കുന്ന കർമ്മത്തെയാണ് സൂതൻ നിഷേധിച്ചിരിക്കുന്നത്. തത്വം എന്താണെന്നും സൂതൻ തുടർന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടിൻ്റെ തോന്നലില്ലാത്ത അദ്വയജ്ഞാനമാണ് തത്വം. ഇത് വിചാരം ചെയ്തറിയണം. അന്നേ ജന്മവും കർമ്മവും ഒടുങ്ങിക്കിട്ടു.
ശ്രീ ശങ്കരഭഗവത്പാദർ വിവേക ചൂടാമണിയിൽ പ്രഖ്യാപിക്കുന്നത് നോക്കുക. ചിത്തസ്യ ശുദ്ധയേ കർമ്മ ന വസ്തുപലബ്ധയേ വസ്തുസിദ്ധിർവിചാരേണ ന കിശ്ചിത് കർമ്മകൂടിഭിഃ. വിവേക ചൂടാമണി 11-ാം പദ്യം. ചിത്തശുദ്ധിക്കാണ് കർമ്മം, വസ്തു നേടാനല്ല. തത്വവിചാരം കൊണ്ട് മാത്രമേ വസ്തു തെളിയൂ. കർമ്മത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോയാൽ വസ്തു ലേശവും തെളിയുകയില്ല. അപ്പോൾ ജന്മങ്ങൾ അനവധി കഴിഞ്ഞുപോയതുകൊണ്ടോ കർമ്മങ്ങൾ അസംഖ്യം അനുഷ്ഠിച്ചതുകൊണ്ടോ സംസാരസാഗരത്തിൻ്റെ അതിരായ മോക്ഷം തെളിയുകയില്ല. ഇക്കാര്യമാണ് ആചാര്യൻ ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും എന്ന ഭാഗത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മോക്ഷത്തിന് പരമകാരണമായ നാരായണൻ്റെ പ്രത്യക്ഷ അനുഭവമേ ഉപകരിക്കൂ. വസ്തുതത്വം തെളിഞ്ഞനുഭവിക്കാൻ ഇടയാകുന്നതുവരെ ജീവന് മായയുടെ പ്രവർത്തന പരിധിക്കുള്ളിൽ കഴിഞ്ഞുകൂടേണ്ടി വരും. മായാഭ്രമത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണ്? അതിൽ നിന്നും പുറത്തു ചാടാനുള്ള എളുപ്പവഴി എന്താണ്? ഈ ചോദ്യങ്ങൾക്കുത്തരമാണ് 7-ാം പദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമഃ.